നോക്കൂ, നമുക്കറിയാം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും പല ലഹരി കേസുകളിലും പല പീഡന കേസുകളിലും അകത്താകാറുണ്ട്. എന്നാൽ ഇവിടെ ഒരു സമുദായത്തിലെ മാത്രം ആളുകളെ ടാർഗറ്റ് ചെയ്യുന്നത് ആ സമുദായത്തോടുള്ള വിരോധം കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. വല്ല ഉസ്താദുമാരും ഒരു തെറ്റ് ചെയ്താൽ അത് ഇങ്ങനെയുള്ളവർ പറഞ്ഞു നടക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യും. എന്നാൽ നേരെ മറിച്ച് ഒരു ഉസ്താദ് ഏതെങ്കിലും ഒരു നല്ല പ്രവൃത്തി ചെയ്താൽ അത് ഇവന്മാര് കാണാറുണ്ടോ? അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ടോ? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ഒരു സംഭവം ഉണ്ടായിരുന്നു. 2 ഉസ്താദുമാരുടെ ഇടപെടൽ കൊണ്ട് നൂറുകണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. കോഴിക്കോട് പയ്യോളി കോട്ടക്കൽ റെയിൽവേ ഗേറ്റിനും കൂരാട് പാലത്തിനിടയിലുമുള്ള റെയിൽവേ ട്രാക്കിൽ കുരങ്ങന്മാര് തൂങ്ങി ആടിയതിനെ തുടർന്ന് ഇലക്ട്രിക് ലൈനിന്റെ ഇൻസുലേറ്റർ പൊട്ടി താഴെ വീണിരുന്നു. പയ്യോളി മൂരാട് ജുമാ മസ്ജിദ് മദ്രസ അധ്യാപകരുടെ ശ്രദ്ധയിൽ ഇത് പെടുകയും അവർ സമയബന്ധിതമായി ഇടപെട്ടതുകൊണ്ട് നൂറുകണക്കിന് ആളുകളുടെ ജീവനാണ് രക്ഷിക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഇതിനെക്കുറിച്ച് അധിക വാർത്താ ചാനലുകളിലൊന്നും കണ്ടിട്ടില്ല. ചുരുങ്ങിയത് 1-2 ചാനലുകളിൽ മാത്രം. ഈ സംഭവത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കണ്ടുവരുന്നൊരു പ്രവണതയാണ് ഏതെങ്കിലും വിവരദോഷികളായ ഏതെങ്കിലും ഉസ്താദുമാർ, അതിപ്പോൾ മതത്തിന്റെ പേരിലായിക്കൊള്ളട്ടെ അല്ലാതെ മറ്റേതെങ്കിലും വിഷയത്തിലായിക്കൊള്ളട്ടെ, എന്തെങ്കിലുമൊക്കെ തോന്നിവാസങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തെമ്മാടിത്തരങ്ങളോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് എല്ലാ ഉസ്താദുമാരിലേക്കും കെട്ടിവെക്കുന്ന, എല്ലാ ഉസ്താദുമാരും അത്തരക്കാരാണ് എന്ന് പറയുന്ന ഒരു പ്രവണത പലപ്പോഴും നമ്മൾ കണ്ടുവരാറുണ്ട്. ആ വിവരദോഷികളായ ആ ഉസ്താദ് കാരണത്താൽ അതിന്റെ പഴിചാരലുകൾ മുഴുവനും കേൾക്കേണ്ടി വരുന്നത് പാവപ്പെട്ട ഉസ്താദുമാർക്കാണ്. ഉസ്താദുമാരെന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ ചില ആളുകൾക്ക് വല്ലാത്തൊരു കലിയാണ്. നോക്കി, എല്ലാ മതവിഭാഗത്തിലും, അതിപ്പോൾ പള്ളിയിലെ അച്ഛനായിരുന്നാലും ശരി, പൂജാരിമാരായിരുന്നാലും ശരി, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും പല പീഡന കേസുകളിലും പല ലഹരി കേസുകളിലും ഒക്കെ അകത്താകുന്നുണ്ട്. എന്നാൽ ഇവിടെ ഒരു സമുദായത്തിലെ ആളുകളെ മാത്രം ടാർഗറ്റ് ചെയ്യുമ്പോൾ അത് ആ ഒരു വിഭാഗത്തോടുള്ള കടുത്ത വിരോധമാണ് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. എന്നാലോ നേരെ മറിച്ച് നല്ലവരായ ഉസ്താദുമാർ അവർ സമൂഹത്തിൽ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളെ അവർ എപ്പോഴെങ്കിലും കാണാറുണ്ടോ? അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ടോ? ഒരു നല്ലൊരു വാക്ക് അതിനെക്കുറിച്ച് പറയാറുണ്ടോ? ഒരിക്കലുമില്ല. കാരണം അത്തരം വാർത്തകളിൽ വർഗീയത കണ്ടെത്താൻ അത്തരം ആളുകൾക്ക് സ്കോപ്പില്ല എന്നുള്ളതാണ്. നോക്കൂ, ഞാനിതിവിടെ പറയാൻ കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ജില്ലയിൽ ഒരു സംഭവം ഉണ്ടായി. നിങ്ങളത് അറിഞ്ഞു കാണുമോ എന്ന് എനിക്കറിയില്ല. അത് വാർത്താ മാധ്യമങ്ങളിൽ അധികവും ചർച്ച ചെയ്യപ്പെട്ടതായി കാണാനും സാധിച്ചില്ല. 1-2 മാധ്യമങ്ങൾ മാത്രമാണ് ആ ഒരു വാർത്ത പുറത്തുവിട്ടത്. 2 ഉസ്താദുമാരുടെ ജാഗ്രത കൊണ്ടും സമയബന്ധിതമായ ഇടപെടൽ കൊണ്ടും 100 കണക്കിന് വരുന്ന മനുഷ്യ ജീവനുകളെയാണ് രക്ഷപ്പെടുത്താൻ സാധിച്ചത്. സംഭവം എന്താണെന്ന് വിശദീകരിക്കാം. വൈകുന്നേരം ഏകദേശം 3 മണിയോടുകൂടി കോഴിക്കോട് പയ്യോളി കോട്ടക്കൽ റെയിൽവേ ഗേറ്റിനും അതോടൊപ്പം മൂരാട് പാലത്തിനും ഇടയിലുള്ള റെയിൽവേ ട്രാക്കിൽ വെച്ചായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. പയ്യോളി മൂരാട് ജുമാ മസ്ജിദ് മദ്രസയിലെ അധ്യാപകരായിട്ടുള്ള അബ്ദുൽ മജീദ് മുസ്ലിയാരും അതോടൊപ്പം ഷാവുൽ ഹമീദ് മുസ്ലിയാരും ആ ഭാഗത്തേക്ക് ഒരു വിചിത്രമായ ഒരു ശബ്ദം കേൾക്കുകയാണ്. ആ ശബ്ദം കേട്ട് അവിടേക്ക് പോയി അവർ കാണുന്നത് 5-ലധികം വരുന്ന കുരങ്ങന്മാർ റെയിൽവേ ലൈനിൽ തൂങ്ങിയാടിയതിനെ തുടർന്ന് അതിശക്തമായ വൈദ്യുതി പ്രവാഹമുള്ള ഇലക്ട്രിക് ലൈനിന്റെ ഇൻസുലേറ്റർ പൊട്ടി താഴേക്ക് വീണ് കിടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. കണ്ണടച്ചു തുറക്കുന്ന സമയം കൊണ്ട് എന്തു ചെയ്യണമെന്നറിയാത്ത സാഹചര്യമായിരുന്നു അത്. ട്രാക്കിലേക്ക് പൊട്ടി വീണ ആ ഇലക്ട്രിക് ലൈനുകളിൽ നിന്ന് വലിയ രീതിയിലുള്ള തീപ്പൊരി ചിതറുന്നുണ്ടായിരുന്നു. വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള പ്രമുഖ ട്രെയിനുകൾ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ കടന്നുപോകുന്ന ഒരു റെയിൽവേ ട്രാക്ക് കൂടിയാണ് അതെന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു നിമിഷം വൈകിയാൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന് മുകളിലേക്ക് ഈ ലൈൻ വീണ് വൻ ദുരന്തം സംഭവിക്കാം. ആ വലിയ അപകടം തിരിച്ചറിഞ്ഞ ഉസ്താദുമാർ ഒട്ടും സമയം കളയാതെ തന്നെ ഉടനടി കൺട്രോൾ റൂമിലേക്ക് കാര്യങ്ങൾ വിളിച്ചു പറയുകയാണ്. തുടർന്ന് പയ്യോളി പോലീസ് സ്റ്റേഷനിലും അധികൃതർ നിർദ്ദേശിച്ച നമ്പറുകളിലും വിവരം കൈമാറി. വിവരമറിഞ്ഞ ഉടൻ കൊയിലാണ്ടി നിന്നുള്ള റെയിൽവേ സാങ്കേതിക വിഭാഗം ജീവനക്കാർ സ്ഥലത്തെത്തുകയും വൈകുന്നേരം 5 മണിയോടുകൂടി താൽക്കാലികമായി തകരാറെല്ലാം പരിഹരിച്ച് ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഏകദേശം 1.25 മണിക്കൂറോളം ആ റെയിൽവേ ഗതാഗതം തടസ്സപ്പെട്ടെങ്കിലും ആ ഉസ്താദുമാരുടെ ജാഗ്രത ഒന്നുകൊണ്ട് മാത്രമാണ് 100 കണക്കിന് വരുന്ന യാത്രക്കാരായ മനുഷ്യരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 3 മണിയോടെ പയ്യോളി കോട്ടക്കൽ റെയിൽവേ ഗേറ്റിനും മൂരാട് പാലത്തിനുമിടയിലായിരുന്നു സംഭവം. 5-ലധികം കുരങ്ങന്മാർ റെയിൽവേ ലൈനിൽ തൂങ്ങിയാടിയതിനെ തുടർന്ന് കോഴിക്കോട് ഭാഗത്തേക്കുള്ള ട്രാക്കിലെ വൈദ്യുതി ലൈനിന്റെ ഇൻസുലേറ്റർ പൊട്ടി വീഴുകയായിരുന്നു. അധ്യാപകരായ അബ്ദുൽ മജീദും ഷാഹുൽ ഹമീദും
ലൈൻ തകരുന്നത് നേരിട്ട് കാണാനിടയായി. 3 മണിയോട് കൂടിയിട്ട് ആണ് ഈ ശബ്ദം കേട്ടിട്ട്, ഒരു ഉച്ചമയക്കത്തിലായിരുന്നു. 3 മണിയോട് കൂടെ ഞങ്ങള് പുറത്തിറങ്ങണം ഈ കുരങ്ങന്റെ അട്ടഹാസം കേട്ടിട്ട്. നോക്കുമ്പോ ഒരു കുരങ്ങനെ ഒരു ഷോക്ക് അടിച്ചിട്ട് നിലത്ത് വീണ് കിടക്കുന്നുണ്ട്. 2 എണ്ണം ഭയങ്കര, അപ്പുറം നല്ല തീ ആളിക്കത്തുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഒറ്റപ്പാടിലായിരുന്നു. കൂടെ തന്നെ ഫോൺ എടുത്ത് കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് അവിടുന്ന് പയ്യോളിയിലത്തെ പോലീസ് സ്റ്റേഷൻ നമ്പർ തന്നു. അങ്ങനെ അവിടുന്ന് 102 വിളിക്കാൻ പറഞ്ഞു. വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള പ്രമുഖ ട്രെയിനുകളാണ് ഇവരുടെ ഇടപെടൽ മൂലം അപകടത്തിൽ നിന്നും ഒഴിവായത്. കൊയിലാണ്ടിയിൽ നിന്നെത്തിയ റെയിൽവേയുടെ സാങ്കേതിക വിഭാഗം ജീവനക്കാർ വൈകിട്ട് 5 മണിയോടെ പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചാണ് വണ്ടികൾ ഓടിത്തുടങ്ങിയത്. 1.25 മണിക്കൂറോളം ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടെങ്കിലും അധ്യാപകരുടെ ജാഗ്രതയില്ലായിരുന്നുവെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകൾക്ക് മുകളിലേക്ക് ലൈൻ പൊട്ടി വീണ് വൻ ദുരന്തം സംഭവിക്കുമായിരുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്. നോക്കൂ, ഇത്രയധികം മനുഷ്യരുടെ ജീവൻ രക്ഷിച്ച നല്ലൊരു പ്രവർത്തനം ചെയ്ത ഈ ഉസ്താദുമാരെ കുറിച്ച് എവിടെയെങ്കിലും അധികം ചർച്ച ചെയ്യപ്പെട്ടതായി നമ്മൾ ആരെങ്കിലും കണ്ടോ? ഏതെങ്കിലും ഒരു വിവരദോഷിയായ ഒരുത്തൻ അവൻ ചെയ്ത തെറ്റിന്റെ പേരിൽ ഒരു സമൂഹത്തെ മുഴുവനും അധിക്ഷേപിക്കാനും മദ്രസ അധ്യാപകരെയും മതപണ്ഡിതന്മാരെയും മോശക്കാരായി ചിത്രീകരിക്കാനും മത്സരിക്കുന്ന ആളുകൾ ഇത്തരം നന്മയുടെ വാർത്തകൾക്ക് അർഹിച്ച പ്രാധാന്യം നൽകാറില്ല. നോക്കൂ, തെറ്റു ചെയ്യുന്നവർ ആരായിരുന്നാലും ശരി, അത് ഏതു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നാലും ശരി, അവരെ എല്ലാവരെയും ഒരുപോലെ, അതിൽ മതത്തിന്റെ കണ്ണുകൊണ്ട് നോക്കാതെ അവരെ എല്ലാവരെയും ഒരുപോലെ വിമർശിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നന്മകൾ ചെയ്യുന്നവർ അവരും ഏതു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നാലും ശരി, അത് തിരിച്ചറിയാനും അവർക്ക് അർഹിച്ച അംഗീകാരം നൽകാനും ഒരിക്കലും മടിക്കരുത്.